അത് പാലിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങൾ നിശ്ചയിക്കും, അത് പ്രഖ്യാപിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എല്ലാ ഭാഗങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിലെ വിജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായും ഹൈക്കമാൻഡാണ് അന്തിമമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഇത്തരം അഭിപ്രായങ്ങളെ ഞങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളും കോൺഗ്രസ് നേതൃത്വം എല്ലാവരെയും ശക്തമായിട്ട് പരിഗണിക്കും, പരിശോധിച്ച് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനമുണ്ടാകും. അതൊന്നും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് MLA-മാരുടെ ഒപ്പീനിയൻ ചോദിക്കും. ഇങ്ങനെയാണ് ഇതിനോടൊക്കെയുള്ള കീഴ്വഴക്കം. ദാറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർമുല ദാറ്റ് വിൽ ബി അഡോപ്റ്റഡ്. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പേര് ഞാൻ പറയണോ? സിദ്ദിഖിനെ ഇരുത്തിക്കൊണ്ട് IC അപ്പുറത്ത് വരൂല്ലേ? മറ്റൊന്ന് വലിയ വിവാദമായിട്ടുള്ളത് നിങ്ങളുടെ വീടിന്റെ നിർമ്മാണം സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉടനീളം അത് വലിയ ചർച്ചയായിട്ടുണ്ടാകുന്നത്. വീട് പണി തുടങ്ങാൻ വേണ്ടി കഴിയും അന്ന് നിങ്ങൾ ആ കാര്യം ചോദിച്ചത് നന്നായി. ഞങ്ങളെ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായും വ്യക്തമായിട്ടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി ഈ വയനാട് ദുരന്തമുണ്ടായ ആ ദിവസം രാത്രി മുതൽ ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനവും അതുപോലെ പുനരധിവാസ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ജനപ്രതിനിധികളാണ്. ഞാനിന്ന് വരുമ്പോൾ അന്ന് ഞാൻ KPC പ്രസിഡന്റ് അല്ല, പക്ഷെ സമീപ ജില്ലയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൽപ്പറ്റയിൽ വരുമ്പോൾ മുണ്ടക്കയിലെത്തുമ്പോൾ സിദ്ദിഖിനെ നനഞ്ഞ് ചെളിയിൽ പൂണ്ട സിദ്ദിഖിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. IC ബാലകൃഷ്ണൻ MLA അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഡേ 1 മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ, പിന്നീട് പ്രിയങ്കാജിയും എല്ലാവരും സർക്കാരിനോട് സഹകരിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും പറന്നെത്തി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുക ചെയ്തത്. ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾക്കെല്ലാം കഴിയുന്ന തരത്തിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. MLA-മാര് 50,000 രൂപ ഒരു MLA-യുടെ ശമ്പളം. പലർക്കും ആ ശമ്പളം തികച്ചു കിട്ടുന്നില്ല. കാരണം കാറിന്റെ ലോൺ എടുക്കും, വീടിന്റെ ലോൺ എടുക്കും. എങ്കിലും ആ ശമ്പളം തികച്ചു കിട്ടാത്തവർ ആ ശമ്പളം തികച്ച് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ, കർണാടകത്തിലെ ഗവൺമെന്റും തെലങ്കാനയിലെ ഗവൺമെന്റും, രാഹുൽ ഗാന്ധിക്ക് നേരിട്ടറിയുന്ന, അദ്ദേഹം പ്രാതിനിധ്യം ചെയ്ത ഒരു വയനാട്ടിലെ ദുരന്തത്തിൽ കോൺഗ്രസ് പാർട്ടി ആസ് എ ഹോൾ, അഖിലേന്ത്യാ നേതൃത്വം, സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാവരും കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പുനരധിവാസ പ്രവർത്തനങ്ങളെയും കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പ്രതീക്ഷയ്ക്കനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും ഉയർന്നില്ല എന്ന വലിയ ആക്ഷേപവും ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പാർലമെന്റ് മെമ്പർമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽജി ഉൾപ്പെടെ പാർലമെന്റിൽ ആ വിഷയം ഉയർത്തിയത് വളരെ വികാരത്തോടെയാണ്. പ്രിയങ്കാജി അത് ഏറ്റെടുത്ത് വളരെ വികാരത്തോടെയാണ്. ഞാൻ സിദ്ദിഖ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. കണ്ടമടറിക്കൊണ്ടാണ് സിദ്ദിഖ് ആ വിഷയം സംസാരിച്ചത്. അപ്പം ഞങ്ങളെല്ലാ സ്റ്റേജിലും സഹകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് സ്ഥലലബ്ധി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഗവൺമെന്റിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു, ഗവൺമെന്റ് സ്ഥലം തന്നില്ല. കോൺഗ്രസ് സമാഹരിച്ച പൈസ, അതുകൂടാതെ ആ ഫണ്ടിലേക്ക് വന്ന പൈസ, യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ കൂടാതെ KPCC-യുടെ മറ്റ് ഫണ്ടിൽ നിന്നുകൂടി അതിൻ്റെ അകത്ത് പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഇനിയും താമസം വിന അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് കടന്നു പൂർത്തീകരിക്കും. ഇല്ലില്ല, ഞങ്ങളത് ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു സമയമില്ലല്ലോ. നിങ്ങൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയതുപോലെ രക്തസാക്ഷി ഫണ്ടിലെ തിരിമറി ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അത് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കുക ചെയ്ത്. ഞങ്ങളെ സംബന്ധിച്ച് രക്തസാക്ഷി, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ രക്തസാക്ഷി തിരിമറി ഫണ്ടും ശബരിമല കൊള്ളയും അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന രണ്ടാമത്തെ തീവട്ടിക്കൊള്ളയും എല്ലാം മറച്ചു പിടിക്കാൻ അവര് ഇത് ഒരു പുകമറയാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ തന്നെ ഞാൻ തന്നെയാണ്
അതിൻ്റെ കണക്കുകൾ KPCCയിൽ നിന്ന് അതിൻ്റെ കണക്കുകൾ ശേഖരിച്ച്, ബാങ്കിൽ നിന്ന് അതിൻ്റെ കണക്കുകൾ ശേഖരിച്ച്, ഞങ്ങൾക്ക് ഇത്ര പൈസ ഞങ്ങൾ കളക്ട് ചെയ്തു, ഇത്ര പൈസ യൂത്ത് കോൺഗ്രസ് ആ ഫണ്ടിലേക്ക് തന്നു, ഇത്ര പൈസ അതിനേക്കാൾ കൂടുതൽ 1 കോടിയോളം രൂപ ഞങ്ങൾ ചെലവഴിച്ചു എന്ന ക്രിസ്റ്റൽ ക്ലിയർ, വ്യക്തമായ, സത്യസന്ധമായ ക്രിസ്റ്റൽ ക്ലിയർ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് കൽപ്പറ്റയിലും വയനാട്ടിലും കേരളത്തിലും ജനങ്ങൾ വിധിയെഴുത്ത് നടത്തും. സർക്കാരിന് നമുക്കറിയാമല്ലോ, ഇത്രയും കാലമായില്ലേ, എല്ലാവർക്കും കാലതാമസം ഉണ്ടാവും. ഞാനതിൽ സർക്കാരിന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ കണക്കിന്റെ വിഷയം വരുമ്പോൾ സർക്കാരിനെയല്ല, ക്ഷമിക്കണം, ആ വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കാനാണ് LDF ശ്രമിച്ചത് എന്ന ആരോപണമാണ് ഇപ്പോഴും KPCC പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.